ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ചക്ക സീസണിൽ സ്വാദിഷ്ടമായ ചക്കയലുവ ഉണ്ടാക്കി എങ്ങനെ സൂക്ഷിക്കാമെന്ന് കണ്ടു നോക്കാം. ചക്കയില്ലാത്ത സമയത്ത് ചക്കയലുവ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. അടി കട്ടിയുള്ള പാൻ വേണം നമ്മൾ ചക്കയലുവ എടുക്കാൻ. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഉരുകിയ നെയ്യ് പാനിൻ്റെ അടിയിൽ എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. നന്നായി പഴുത്ത വരിക്കച്ചക്ക കുരുവും ചകിണിയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം മിക്സിയിലടിച്ച് പൾപ്പ് എടുക്കുക. 3 കപ്പ് പൾപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെയ്യ് ഒഴിച്ച് ചുറ്റിച്ചു വെച്ചിരിക്കുന്ന പാനിലേക്ക് നമുക്ക് ഈ പൾപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അവരവരുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർക്കാവുന്നതാണ്. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ മറയൂർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ഈ ശർക്കര നമുക്ക് ഉരുക്കാനും അരിക്കാനും ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഗ്രേറ്റ് ചെയ്ത് പൾപ്പിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസിലോ അടുപ്പിലോ വെച്ച് നമുക്ക് പറ്റിച്ച് എടുക്കാം. മിക്സിയിലെടുത്ത് അടിച്ചെടുത്ത പൾപ്പായതുകൊണ്ട് നമുക്കിത് വേകാനായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല ശർക്കര അല്ലെങ്കിൽ ഉരുക്കി അരിച്ച് വേണം ചേർക്കാൻ. മധുരം ക്രമീകരിക്കാനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറുകി വരുമ്പോൾ മധുരം ആവശ്യമെങ്കിൽ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അവസാനമാകുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി പറ്റിച്ച് എടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി പറ്റിച്ചതിന് ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി പറ്റിച്ച് എടുക്കുക. വെള്ളമൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. കുറുകി തുടങ്ങിയിട്ടുണ്ട്. അടിയിൽ പിടിക്കുന്നതായിട്ട് വല്ലതും തോന്നിയാൽ 1/2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഈ അലുവ നമുക്ക് പെട്ടെന്ന് തന്നെ പാകമാക്കി എടുക്കാം. പിന്നെ ഈ അലുവയ്ക്ക് അധികം നെയ്യോ അധികം ശർക്കരയോ ഒന്നും ആവശ്യമില്ല. ചക്ക അലുവയിൽ ഒരുപാട് നെയ്യൊക്കെ ചേർത്തുണ്ടാക്കിയാൽ ആ ചക്കയുടെ സ്വാദ് കുറഞ്ഞു പോകും. ഏകദേശം 1/4 പാകം ആയിട്ടുണ്ട്. ഈ സമയം ചക്ക കോരാനുള്ള പാന് നമുക്ക് നെയ്യൊക്കെ തടവി റെഡിയാക്കി വെക്കാം. ഇഷ്ടമുള്ളവർക്ക് അടിയിൽ കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്ത് വിതറിക്കൊടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ വിതറിക്കൊടുക്കാം. ഹൽവ പാകമായിട്ടുണ്ട്. ഒന്നായിട്ടിങ്ങനെ നമുക്ക് ഇളക്കി മറിക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ പാകം. ഈ സമയം നമുക്ക് ടേസ്റ്റിനാവശ്യമായ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്ത് ഇളക്കി നന്നായി യോജിപ്പിക്കാം. ഹൽവ പാനിൽ കോരി കഴിയുമ്പോൾ പുറം നന്നായിട്ട് മിനുക്കുന്നതിന് ഒരു കുഴിവുള്ള സ്പൂണും ഗ്ലാസും നെയ്യ് പുരട്ടി റെഡിയാക്കി വെക്കണം. ഇനിയും പാകമായ ഹൽവ നമുക്ക് പാനിലേക്ക് കോരി വെക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പൂൺ കൊണ്ടും ഗ്ലാസ് കൊണ്ടും നമുക്ക് പുറം നന്നായി മിനുക്കിയെടുക്കാം. ഇതേപോലെ നന്നായി മിനുക്കിയതിന് ശേഷം തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ട് കഷ്ണമാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഈ പാകത്തിനെടുത്താൽ നമുക്ക് നല്ല സ്ലൈസായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. ചക്കയുള്ള സമയത്ത് ഇതുപോലെ ചക്കയലുവ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 1-2 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് അരിയിച്ചെടുക്കുകയാണെങ്കിൽ പായസത്തിനും കുമ്പളപ്പത്തിനുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും പാകമാകുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും നമുക്ക് പായസത്തിനും കുമ്പളപ്പത്തിനുമൊക്കെ എടുക്കാവുന്നതാണ്. അതുകൊണ്ട് ചക്കയുള്ള സമയത്ത് പഴുത്ത ചക്ക പാഴാക്കി കളയാതെ ഇതുപോലെ ചക്ക അലുവ ഉണ്ടാക്കി എല്ലാവരും സൂക്ഷിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.